അപ്പൊ ഒന്ന് ഫോട്ടോ എടുക്കണു. ഞങ്ങൾ ഭയങ്കര ഇഷ്ടമായിട്ട് അച്ഛനും മോനെ ഭയങ്കര എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറച്ച് ഫാൻസിനൊക്കെ കിട്ടിയിട്ടൊക്കെ ഉണ്ട് എവിടെ ചെല്ലുമ്പോഴും. എനിക്കൊന്ന് ചേച്ചിനെ അതിൽ നിന്ന് ഇവര് നൈസായിട്ട് പുറത്താക്കി. അപ്പൊ ചേച്ചി വേറെ പോയി അവിടെ സൈഡില്. അങ്ങനെയല്ല, തുടങ്ങിയത് ഫസ്റ്റ് ഞാനാണ്. ഞാൻ കുറെ കാല് പിടിച്ചു. മനു പൊതുവെ എല്ലാം ഭയങ്കര ലേസിയാണ്, മടിയനാണ് എല്ലാത്തിനും. എന്ത് പറഞ്ഞ ആട്ട് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു ആലോചനയിലായിരിക്കും. മറ്റേ കരിക്കില് മറ്റേ ജോർജ് പോലെ ഓ അവിടെയൊക്കെ പോയിട്ട് എന്ത് ചെയ്യാനാ, ഓ ഇവിടെ പോയിട്ട് എന്ത് ചെയ്യാനാ, അവിടെ പോയിട്ട് അതെല്ലാം പുള്ളിക്ക് ഇങ്ങനെ ഒരു നെഗറ്റീവ് ഇത് വരും കേട്ടോ. അപ്പൊ അങ്ങനെ ഞാനും തെസ്നി ഒരു ദിവസം വിളിച്ചിട്ടുണ്ട്, തെസ്നി നമുക്ക് തുടങ്ങാടി എന്ന് പറഞ്ഞോട്ട് ഞങ്ങൾ ഒരു പിറ്റേ ദിവസം തുടങ്ങുകയാണ്. അങ്ങോട്ട് തെസ്മീൻ ഇവൻ വരുമ്പം ക്യാമറമാൻ, ഇവൻ ഞങ്ങളുടെ ക്യാമറമാനായിരുന്നു. ക്യാമറമാൻ ഞാൻ തെസ്നി എന്ത് ഒന്നും അറിയില്ല, വെറുതെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ എടുത്തു. എന്തായാലും ഞങ്ങൾക്ക് ഒന്നും അറിയാത്ത ഞങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു. ഇവന്റെ ഒരു അറിവ് വെച്ചിട്ട് അവനും എടുത്തു. അല്ല, അവനെടുത്തു തന്നു. അതെ, നല്ലതൊക്കെ പറയട്ടെ. അപ്പൊ അവൻ ഞങ്ങൾക്ക് എടുത്ത്, ഞങ്ങളുടെ ക്യാമറമാനൊക്കെ ആയിരുന്നു, ഞങ്ങൾക്ക് എടുത്തു തന്നു കുറെ. ഞങ്ങൾ അങ്ങോട്ട് തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോ മനുവിന് അങ്ങോട്ട് ആവേശം കയറിയില്ലേ, ഞങ്ങൾക്ക് മറ്റേ പലവരൊക്കെ പറയാൻ തുടങ്ങി മനോജായിട്ട് തുടങ്ങി കഴിഞ്ഞ ഒരു സംഭവമാണ്, പൊളിയാന്ന്. അപ്പൊ അങ്ങനെ പുള്ളി ആ സമയത്തായിരുന്നു ബിഗ് ബോസ് സെക്കൻഡ് സീസൺ തുടങ്ങാൻ പോണതിന്റെ അനൗൺസ്മെന്റ് ആൾക്കാരെയൊക്കെ പറയുന്ന സമയമായിരുന്നു. അപ്പോഴേക്കും ഞാൻ തുടങ്ങുവാണ് ബിഗ് ബോസിന്റെ റിവ്യൂ തുടങ്ങിയത്. അങ്ങോട്ട് തുടങ്ങി. പിന്നെ ഒരു കാര്യമുണ്ട്, പുള്ളിയുടെ റിവ്യൂ എന്നൊക്കെ പറഞ്ഞാൽ ബിഗ് ബോസ് തുടങ്ങുന്ന ബിഗ് ബോസിന്റെ സമയത്ത് മാത്രമേ ഉള്ളൂ റിവ്യൂ. അവിടെ ഇരുന്നിട്ട് ഇവിടെ ഇന്ന് പറയാം, അല്ലാണ്ട് പുറത്തിറങ്ങിയിട്ട് ഒരു കാര്യം അല്ല, വീട്ടിലിരുന്ന് നല്ല AC ഒക്കെ ഉണ്ട് അവിടെ ഇരുന്നിട്ട് ഭയങ്കര സംഭവം പറയാം. അല്ലാതെ പിന്നെ അല്ലെങ്കിൽ ഞാൻ പിന്നെ റിക്വസ്റ്റ് ചെയ്ത്, മനു ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ട്, അപ്പൊ എന്റെ കൂടെ ഒന്ന് വരുമോ ഹെൽപ്പിന്, എനിക്ക് വല്ല ഗുണം ഉണ്ടാവോ? അല്ല അവിടെ ഇതെടുക്കാം, എന്നാ ഞാൻ വരാം. അങ്ങനെയല്ല, ഗുണമുണ്ടോന്ന് ചോദിച്ചാ എന്റെയും കൂടി യൂട്യൂബിൽ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ വരാം, അല്ലെങ്കിൽ ഞാൻ വരാം. അല്ലാണ്ട് പുള്ളിക്ക് ഞങ്ങളൊക്കെ വെളിയിൽ എല്ലാം ഞങ്ങളൊന്നും സുഖിച്ചു നിന്നിട്ടൊന്നും ഒരു വീഡിയോ ഒന്നും ഇതുവരെ എടുത്തിട്ടില്ല. ഞങ്ങളിങ്ങനെ അലർന്ന് നടന്ന്, പക്ഷെ ഞങ്ങൾ കുറെ എൻജോയ് ചെയ്തിട്ടാ. കുറെ സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ ബാംഗ്ലൂർ ഡേയ്സ് പോയി. അങ്ങനെയൊക്കെ ഭയങ്കര രസമായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് കുറെ പേര് ഞങ്ങൾക്ക് കുറെ ഹെൽപ്പ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു. ഞങ്ങൾക്ക് ദുബായിക്കൊക്കെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ അവരൊക്കെ അക്ബർ ട്രാവൽസ് ആയിരുന്നു ഞങ്ങൾക്ക് എടുത്തു തന്നത്. അങ്ങനെ ഞങ്ങൾക്ക് കുറെ ഗുണം ഉണ്ടായിരുന്നു. എനിക്ക് ദുബായി പോകാൻ പറ്റി. ഞാൻ ആദ്യമായിട്ട് പുറത്തു പോയതപ്പോഴാണ്. അപ്പൊ ഞാൻ അതിനൊക്കെ അല്ലെങ്കിലും ഇവന് ഗുണം എന്നെ കൊണ്ടുള്ളൂ, തെസ്മീൻസ് കൊണ്ടുള്ളൂ. ഞങ്ങളെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുള്ളൂ. അതിനെ കുറിച്ച് നമുക്കിവിടെ ടോപ്പിക് വേണ്ട, ചർച്ച വേണ്ട. അതെ അതെ അതെ, ഞങ്ങള് നല്ല ഹെൽപ്പ് ചെയ്യും. അവിടെ നിന്നൊന്നും കിട്ടാറില്ല. അല്ല, ഞങ്ങളുടെ ഇപ്പൊ അവൻ ഹെൽപ്പ് ഒന്നും ഇല്ലെങ്കിലും ഞങ്ങള് പക്ഷെ അത്യാവശ്യം നല്ല ഇവന് നല്ല ഇതൊക്കെ കൊടുക്കുമായിരുന്നു. മോനല്ലേ എന്നുള്ള വിചാരത്തിൽ ഞാനങ്ങോട്ട്. ഞാനും കാണും, എനിക്ക് ഇഷ്ടം. വേറെ സാറ്റർഡേ സൺഡേസ് ഉള്ളു കൂടുതലും കേട്ടോ. പിന്നത്തെ ദിവസങ്ങളിലൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. മനു ഫുൾ ടൈം, കാരണം മനു റിവ്യൂ ചെയ്യണമല്ലോ, അതുകൊണ്ട് മനു നല്ലോണം കാണുന്നത്. ആരുടെ ഫാനില്ല, ആരുമില്ല. കേക്കട്ടെ ഒരു ബിഗ് ബോസ് റിവ്യൂ ഇപ്പൊ നിലവിൽ എനിക്ക് അങ്ങനെ. പിന്നെങ്കിലും കുറച്ചൊരു ഗെയിമർ എന്ന രീതിയിൽ എനിക്ക് മാരാറ് ഇഷ്ടമാണ്, റനീഷ ഇഷ്ടമാണ്. ഈ രണ്ടുപേരെയാണ് കുഴപ്പമില്ലാതെ പ്ലേ അവരെ രണ്ടുപേരാണ്. പക്ഷെ എന്ന് വെച്ചാൽ ഫാൻസും അങ്ങനെയൊന്നുമില്ല, ഉള്ളതിൽ അവർ രണ്ടുപേരാണ് ഒരു സപ്പോർട്ട് ചെയ്യുന്നത് മെന്റലി. ശരിക്കും കാണുന്നുണ്ട് കേട്ടോ. ഏറ്റവും ഇഷ്ടപ്പെട്ട സീസൺ ഏതായിരുന്നു ബിഗ് ബോസിലെ? ഫസ്റ്റ് സീസൺ. അതാണ് ശരിക്കും ബിഗ് ബോസിന്റെ പ്രൈം. അതെ അതെ. അത് കഴിഞ്ഞ് പിന്നെ ആ ഒരു നിലവാരം എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അല്ല, അതിന്റെ ഒരു അങ്ങനെ കവച്ചു വെക്കാൻ ഒരു സീസൺ ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ, ഇനിയിപ്പോ സിനിമ അഭിനയത്തിനോടൊക്കെ ഇഷ്ടമുണ്ടോ ആൾക്ക്? ശരിക്കും ഇഷ്ടമൊക്കെ ഉണ്ട്. അല്ല, ഇഷ്ടമൊക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ചു പിന്നെ ഇപ്പൊ പഠനമല്ലേ, പഠിക്കട്ടെ. ഞാൻ വിചാരിച്ചു എഡ്യൂക്കേഷൻ നല്ല രീതിയിൽ വേണം എന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമുണ്ട്. നന്നായിട്ട് പഠിക്കണം എന്ന് ഭയങ്കര എനിക്ക്, കാരണം ഞാനൊക്കെ പ്രീ ഡിഗ്രി വെച്ചിട്ട് എല്ലാം നിർത്തി പോകുന്ന ആളാണ്. എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് ഇപ്പൊ അതില്. അപ്പൊ ഞാൻ വെച്ചാൽ അങ്ങനെ വേണ്ട. എനിക്ക് പഠനം എനിക്ക് നന്നായിട്ട് അവന്റെ കയ്യിലൊരു ഒരു എന്താ പറയാ, നന്നായിട്ട് ആ എഡ്യൂക്കേഷന്റെ രീതിയിൽ മാക്സിമം അവൻ എത്ര ചെയ്യാൻ പറ്റുമോ അതിന് ഞാൻ സപ്പോർട്ട് ചെയ്യും. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ആ കാര്യത്തിൽ അവന്റെ കൂടെ ഉണ്ട്. പക്ഷെ അവൻ എന്താണ് ഡിസൈഡ് ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല.
ഇപ്പൊ എന്താണ് ആൾ ആഗ്രഹം പറയുന്നത്? എന്തെങ്കിലും ആവണം എന്നൊക്കെ ആഗ്രഹം? എപ്പോഴും ഞാൻ ചോദിക്കും എന്താണ് നിന്റെ ഫ്യൂച്ചർ പ്ലാൻ. അയ്യോ, അത് ഞാൻ ചോദിക്കാൻ വരെയായിരുന്നു. റീസെന്റ് ഇപ്പൊ റീല് ഞാൻ കണ്ടായിരുന്നു, ഫ്യൂച്ചർ പ്ലാൻ. ഈ കോണ്ടന്റ് ഒക്കെ എങ്ങനെ വരുന്നു ചേച്ചി? അത് അത് ഞാൻ പറയാം, ഇത് ഈ പറഞ്ഞ പോലെ വഴക്കിട്ടിരിക്കുവായിരുന്നു. അപ്പൊ നല്ല മുട്ട വഴക്ക് ഞങ്ങൾ നടന്നിട്ടിരിക്കുക. വഴക്കിട്ടിരിക്കുവായിരുന്നു. ഓക്കെ. എന്താ ഞാൻ മറ്റേ ലേറ്റ് ആയോ? ലേറ്റ് ആയല്ലോ. അതെ, ട്യൂഷൻ ക്ലാസ്സിൽ ലേറ്റ് ആയി നോണയൊക്കെ പറയും. അതൊക്കെ അല്ലല്ല, ട്യൂഷൻ കഴിഞ്ഞ് വരാൻ ലേറ്റ് ആയി. അപ്പോഴേക്കും അതൊരു നോണയൊക്കെ പറഞ്ഞിട്ട് 5 മണിക്ക് 7 മണിക്ക് തീർന്നത് ഇവനെ അവരുടെ 8:30 മണി 1.5 മണിക്കൂർ വഴിയിൽ വർത്താനം പറഞ്ഞു. അപ്പൊ അതൊക്കെ പറഞ്ഞ് ചീത്തയൊക്കെ കിട്ടിയിരിക്കുക. അത് ചുമ്മാ വെറുതെ സംസാരിച്ചൊക്കെ അങ്ങനെ പോയി. അപ്പൊ നല്ല വഴക്കിട്ടിരിക്കുവായിരുന്നു. അപ്പോഴേക്കും പെട്ടെന്ന് അമ്മ വന്നിട്ട് എടോ ഒരു റീൽ എടുത്താലോ. വഴക്കിട്ട് ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ട് അപ്പൊ ഇവൻ പറയണൊക്കെ തന്നെ ഏത് എന്ത് റീല്? അത് ഞാൻ ഇങ്ങനെ റീലെടുക്കാൻ പറഞ്ഞോ ഞാൻ റെഡി ആയിട്ടിരിക്കുക. എന്ത് റീല്? ഒരു ഫ്യൂച്ചർ പ്ലാൻ. ഞാൻ ആദ്യമായിട്ട് കേട്ടെ. രശ്മി ചെയ്ത സാധനമാണ് ആക്ച്വലി. രശ്മി കോമഡി ഒക്കെ ചെയ്യുന്ന രശ്മി അറിയില്ല. അവളിതൊരു 2 ചെറിയ സംഭവം ചെയ്തിട്ടുണ്ട്, എവിടെ കണ്ടിരുന്നു. പക്ഷെ അത് ഞാനത് എൻ്റെ രീതിയിലേക്ക് ആക്കിയിട്ട് എൻ്റെ വോയിസിൽ എടുത്തിട്ട് ഞാൻ കുറച്ചും കൂടി ഒന്ന് കയറ്റിയിട്ട് ഞാൻ അങ്ങനെ ചെയ്തു. പക്ഷെ അത് കുഴപ്പമില്ല. ഞാൻ വലിയ ഇതാവുന്നൊന്നും വിചാരിച്ചില്ല. എനിക്ക് വലിയ കോമഡി ആയിട്ട് തോന്നില്ല സത്യം പറയാം. ആ ഒരു പുച്ഛ മുഖത്തുണ്ടായിരുന്നു. ഇന്ന് ഉച്ചക്ക് ഇപ്പൊ ഞാൻ വരുമ്പോ സോന എന്നെ വിളിച്ചിട്ട് സോന ചിരിയോടി സോന നായരില്ലേ അവൾ എന്റെ ചേച്ചിയെ ആ പൂച്ചർ പ്ലാൻ ഞാൻ ഇടക്കിടക്കിടക്ക് നോക്കിട്ട് എന്റെ പൂച്ചറേ ഒരു കോമഡി തോന്നാത്തൊരു സാധ്യമാണ് സത്യം പറയാലോ. പക്ഷെ ഞാൻ പറഞ്ഞപ്പോ നീ ചിരിച്ചല്ലോ. പക്ഷെ ഞാൻ പറഞ്ഞപ്പോ നീ ഭയങ്കര ചിരിയായിരുന്നല്ലോ. കാണിക്കാൻ വേണ്ടി ചിരിച്ചു. അമ്മേനെ സമാധാനിപ്പിക്കാൻ. ഇനി നമുക്ക് പറയാനല്ലോ ഇത് വലിയ രസമൊന്നും ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഒന്നാമത് വഴക്കും കൂടി ഇട്ടിരിക്കണം, ഇനി വഴക്ക് കൂട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞിട്ട് അമ്മ 100K കൊള്ളാം. തല വെച്ചെടുത്താണ്. എന്റെ മാത്രമാണത്. പൊതുവെ ചേച്ചിയാണോ റീൽസിനുള്ള കോണ്ടന്റ് ഒക്കെ എടുത്തിട്ട് വരാറ്? ഇവനും കൊണ്ടുവരാറുണ്ട്. ഞങ്ങൾ രണ്ടുപേരും തന്നെയാണ്. ഞാനാണ് കുറെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പറയണ ഇങ്ങനെ പറഞ്ഞു. ഇവൻ പിന്നെ മറ്റേ ഇവന് ഇത് ഇഷ്ടമാണ്. മറ്റേ ഞാൻ കൂടുതലും ഇങ്ങനെ. അപ്പൊ ഇവൻ പറയും അമ്മ അതിനേക്കാളും പ്ലേ ചെയ്യുന്ന എന്തെങ്കിലും സാധനങ്ങളൊക്കെ നല്ലത്. മറ്റേ എനിക്ക് പിന്നെ പാട്ടും ഡാൻസും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇവനും ഇവൻ നന്നായിട്ട് ഡാൻസും ചെയ്യും. എനിക്ക് സപ്പോർട്ട്. പക്ഷെ അവന് ഭയങ്കര ചമ്മലാണ്. അതുകൊണ്ട് എന്റെ ഫ്രണ്ട്സ് എല്ലാം ഇതെല്ലാം കാണുന്നതാണ്. എനിക്കൊന്നും താങ്ങാൻ വയ്യ. ഈ പൂച്ചർ പ്ലാൻ തന്നെ ഇപ്പൊ സ്കൂളിൽ ഫുള്ള് എന്താണ് നിന്റെ പൂച്ചർ പ്ലാൻ? എനിക്ക് വലിയൊരു ഫ്യൂച്ചർ പ്ലാൻ ഉണ്ട്. ആ ഒരു ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറഞ്ഞാൽ പറയാൻ ഞാൻ ചോദിച്ചത് തന്നെ അങ്ങനെയല്ല എല്ലാരോടും. അപ്പൊ എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ? ഇനി കണ്ണനെ കാണുമ്പോ എല്ലാവരും ചോദിക്കൂ നീ എന്താണ് നിന്റെ ഫ്യൂച്ചർ പ്ലാൻ? ആർക്കാ ഹ്യൂമർ സെൻസ് കൂടുതൽ, അച്ഛനാണോ അമ്മയ്ക്കാണോ? പപ്പയ്ക്ക. പപ്പ ഉണ്ടല്ലോ ഒന്നുമില്ല ഫുൾ ടൈം പുള്ളി കോമഡിയാണ്. ഇടയ്ക്ക് ഇങ്ങനെ സീരിയസ് ആയിട്ടിരിക്കുന്ന സിറ്റുവേഷനിൽ അമ്മയൊക്കെ പ്രാന്ത് പിടിച്ചിരിക്കുമായിരിക്കും കേട്ടോ. അപ്പൊ വന്നിട്ട് ഒരു ചീഞ്ഞ ചളി അടിക്കും. അപ്പൊ അമ്മ അതിന് ചൂടാവും. അമ്മ സീരിയസ് അപ്പോഴേക്കും അപ്പൊ ഇതെന്ത് ഒരു കോമഡി അടിക്കാൻ പറ്റാത്തൊരു വീടാണല്ലോ. അയ്യോ ഞാൻ നിർത്തിയത് ഞാൻ ഇവിടെ കോമഡി അടിക്കാൻ പറ്റും. പുള്ളി എപ്പോഴും ഇങ്ങനെ പുള്ളി അങ്ങനെ എപ്പോഴും ഫ്രീ ആയിട്ട് ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞു നടക്കണ അങ്ങനെയുള്ള അതന്നെ എനിക്കും കിട്ടിയിട്ടുണ്ട്. ഓ നല്ല ഹ്യൂമർ സെൻസ് ആണോ ചേച്ചി? അല്ല വെറുതെ ചളി അടിക്കുന്നില്ല, നല്ല ചളിയാണ്. അയ്യോ ചളി ഞാൻ അടിക്കാറില്ല. സ്കൂളിലൊക്കെ എനിക്ക് പേര് തന്നെ ചളിവീരൻ എന്നാണ്. ചളിയാരോമൽ നിർത്താൻ പറ്റുന്നില്ല. അതെന്താന്ന് അറിയില്ല. മിസ്സിനൊക്കെ ചളി അടിക്കുന്നവൻ ക്ലാസ്സില്. അതെ അതെ അതെ. ഇപ്പൊ ഇവരുടെ ഈ വഴക്കൊക്കെ ഇങ്ങനെ കാണുമ്പോ നമ്മൾ വേറെ രീതിയിലൊക്കെ ഇങ്ങനെ വിചാരിക്കും. പക്ഷെ ചേച്ചി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരോമലായിട്ടുള്ള ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ആള് ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമ്മള് സിംഗിൾ ഇന്റർവ്യൂ ഒക്കെ ചോദിച്ചപ്പോൾ മമ്മി ആൻഡ് മീ എന്നുള്ള കോൺസെപ്റ്റ് പറഞ്ഞപ്പോ ചേച്ചി ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതുവരെ ഒന്നും ഞാൻ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഞാൻ ഈ ചെക്കൻ ഉണ്ടെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ വന്നത്. സ്നേഹമൊക്കെ ഉണ്ട്. അമ്മയുടെ സീരിയലൊക്കെ പുള്ളിരുന്ന് അമ്മായിയമ്മ പോരെടുക്കുന്ന നടിയാണെങ്കിൽ അതേപോലെ തന്നെ റോഡിൽ വെച്ച് കണ്ടാലും മലയാളി പ്രേക്ഷകർ അവരോട് കാണിക്കാറുമുണ്ട്.
മലയാളി മിനി സ്ക്രീനിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് റോളുകളിൽ പ്രത്യക്ഷപ്പെട്ട താരം ഒരു പക്ഷേ ബീന ആന്റണി ആണെന്ന് വേണമെങ്കിൽ പറയാം. മൗനരാഗം എന്ന സീരിയലിൽ ശരിക്കും പറഞ്ഞാൽ 5-6 വർഷമായി വില്ലത്തി പരിവേഷത്തിലായിരുന്നു നടി. തുടക്കം തന്നെ നോട്ടത്തിലും ഭാവത്തിലും എല്ലാം തന്നെ ഒരു വില്ലത്തി തന്നെയാണ് ബീന ആന്റണി. മൗനരാഗത്തിലെ കാസ്റ്റിംഗിൽ ഏറ്റവും മികച്ച ഒരു കാസ്റ്റിംഗ് തന്നെയായിരുന്നു ബീന ആന്റണിയുടേത്. 1-2 സിനിമകളിൽ അല്ലെങ്കിൽ കുറച്ച് സിനിമകളിലൊക്കെ മുഖം കാണിച്ചിട്ടുണ്ട്, ചെറിയ ചെറിയ റോളുകളിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നല്ലാതെ മിനി സ്ക്രീനിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് ഒരു വലിയ റോളിലൊന്നും ബീന ആന്റണി ഇതുവരെയും എത്തിയിട്ടില്ല. ബീന ആന്റണിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ആഗ്രഹം തന്നെയാണ്. കാരണം പല താരങ്ങളും ബിഗ് സ്ക്രീനിൽ നിന്നും മിനി സ്ക്രീനിലേക്കും, മിനി സ്ക്രീനിൽ നിന്നും ബിഗ് സ്ക്രീനിലേക്കും എത്തിയിട്ടുണ്ട്. നമ്മുടെ മിയ ജോർജ് ഉൾപ്പെടെ മിനി സ്ക്രീനിൽ നിന്നാണ് ബിഗ് സ്ക്രീനിൽ നായികയായിട്ട് എത്തിയത്. ഏറ്റവും ഒടുവിൽ നമ്മുടെ സ്വാസ്തിക സീത എന്ന സീരിയലിൽ അടിപൊളി അഭിനയം കാഴ്ചവെച്ചതിന് ശേഷമാണല്ലോ സ്വാസിക ഇന്ന് മലയാളത്തിലും തമിഴിലും തെലുങ്കിലും എല്ലാം അറിയപ്പെടുന്ന നായികയായിട്ട് മാറിയത്. എത്രയെത്ര മനോഹരമായ റോളുകളാണ് സ്വാസിക ഇതിനകം തന്നെ അഭിനയിച്ച് ഫലിപ്പിച്ചിരിക്കുന്നത്. അതേ വഴി തന്നെ പിന്തുടരുകയാണ് ബീന ആന്റണിയും. ചിദംബരത്തിന്റെയും ഗണപതിയുടെയും അമ്മയായി അഭിനയിച്ച ബാലനിലൂടെ സിനിമയിലേക്ക് തിരിച്ചു വരികയാണ് ബീന ആന്റണി. മൗനരാഗം അവസാനിച്ച ശേഷമാണ് ബീന ആന്റണിയെ തേടി ഈ സൗഭാഗ്യം വന്നെത്തിയത്. എന്താണെങ്കിലും മൗനരാഗം എന്ന സീരിയലിൽ ഈ നെഗറ്റീവ് റോളിലെത്തിയ ബീന ആന്റണിക്ക് ഇനി മുന്നോട്ട് സിനിമയിൽ നിന്നും ധാരാളം റോളുകൾ എത്തട്ടെ, ധാരാളം വേഷങ്ങൾ എത്തട്ടെ എന്നാണ് ആരാധകരും പറയുന്നത്. മലയാള ടെലിവിഷനിൽ സംപ്രേക്ഷണം ചെയ്യുന്ന സീരിയലുകളെക്കുറിച്ച് പ്രധാനമായും ഉയരുന്ന പരാതി വിനോദം എന്നതിനപ്പുറം സീരിയലുകളും അതിലെ ടോക്സിക് സീനുകളും ആളുകളിൽ സ്വാധീനം ഉണ്ടാക്കുന്നു എന്ന് തന്നെയാണ്. മാത്രമല്ല സീരിയലിലെ സ്ത്രീ കഥാപാത്രങ്ങൾ ആഡംബര വസ്ത്രങ്ങൾ ധരിച്ച് അഭിനയിക്കുന്നതിനെതിരെയും വിമർശനം ഉയരുന്നുണ്ട്. കരച്ചിൽ, ഉറക്കം പോലെയുള്ള സീനുകളിൽ ഹെവി മേക്കപ്പിന്റെയും പട്ടുസാരിയുടെയും ആവശ്യമുണ്ടോ എന്നാണ് സീരിയൽ വിമർശകർ പ്രധാനമായും ചോദിക്കുന്ന ചോദ്യം. അങ്ങനെയുള്ള വേഷങ്ങൾ ധരിച്ചു കഴിയുമ്പോൾ എന്ത് നല്ല സാരിയാണ് കുട്ടി ഉടുത്തിരിക്കുന്നത്, എന്ത് നല്ല ആഭരണങ്ങളാണ് എന്നുള്ള തരത്തിലെ കമന്റ്സുകളാണ് ലഭിക്കാറുള്ളതെന്നാണ് ബീന ആന്റണി പറയാറുള്ളത്. തങ്ങളുടെ അത്തരത്തിലുള്ള വസ്ത്രധാരണം ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആളുകളുണ്ടെന്ന് സീരിയൽ താരം സംഗീത ശിവനും പറയുന്നു. സാധാരണക്കാരന്റെ ലൈഫ് മാത്രം നിങ്ങൾക്ക് കണ്ടാൽ മതിയോ? സാധാരണക്കാരന്റെ ലൈഫ് കാണേണ്ടവർ ഉപ്പും മുളകും കണ്ടോളൂ. അത് മാത്രമല്ലല്ലോ, അംബാനിയെ പോലെയുള്ളവരുടെ വീടുകളും ഉണ്ടല്ലോ. ഞാൻ അഭിനയിച്ച പഴയ സീരിയലുകളിൽ അധികം ആഭരണങ്ങൾ ധരിക്കുകയോ പട്ടുസാരി ഉടുക്കുകയോ ചെയ്തിട്ടില്ല. ആർക്കാണല്ലെങ്കിലും ഇതെല്ലാം കെട്ടിത്തൂക്കി നടക്കാൻ താല്പര്യം? ക്യാരക്ടറിനനുസരിച്ചാണ് വേഷങ്ങൾ ധരിക്കുന്നതും ഒരുങ്ങുന്നതും. പിന്നെ കാലഘട്ടം മാറിയല്ലോ. ഹിന്ദി ചാനലുകളിലെ സീരിയലുകൾ കണ്ടിട്ടില്ലേ? ആ സീരിയലുകളെ പോലെ മലയാളത്തിലും ആർട്ടിസ്റ്റുകൾ ഒരുങ്ങി തുടങ്ങിയിട്ടുണ്ട്.